ഓം ശ്രീ ഗുരുഭ്യോ നമ. SMICT KP അസ്ട്രോ സെൻറ്ററിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിൻ്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും കൺസൾട്ടേഷനും ഒക്കെ SMICT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജൂലൈ 1-ാം തീയതി ഗ്രഹനില ഇടവത്തിൽ കുജനും മിഥുനത്തിൽ സൂര്യനും അതേപോലെ കർക്കിടകത്തിൽ ബുധൻ, ഗുരു, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും, ചിങ്ങത്തിൽ കേതു, ധനുവിൽ ചന്ദ്രൻ, കുംഭത്തിൽ സർപ്പി, മീനത്തിൽ ശനിയാണ്. മാസമധ്യത്തോടുകൂടി ശുക്രൻ ചിങ്ങത്തിലേക്കും സൂര്യൻ കർക്കിടകത്തിലേക്കും ബുധൻ, ശനി എന്നീ ഗ്രഹങ്ങൾ വക്രഗതി സംഭവിക്കുന്നുണ്ട്. പിന്നെ ചന്ദ്രനാണെങ്കിൽ 2.25 ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി സംക്രമിച്ചു കൊണ്ടിരിക്കും. ഈ ഗ്രഹനിലയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്ക് ജൂലൈ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസത്തെ പൊതുവായ ഫലങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെ ജാതകം കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങളെയൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് തൊഴിലിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വരുമാനത്തിൽ വർധനവൊക്കെ ഉണ്ടാകും. കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഒക്കെ പ്രശംസ പിടിച്ചുപറ്റാനും ഒക്കെ ആകുന്നൊരു മാസം കൂടിയാണ്. സൽക്കർമ്മങ്ങൾക്കായിട്ടൊക്കെ പണം ചെലവഴിക്കും. മത്സര പരീക്ഷകളിലൊക്കെ വിജയം നേടാനുമൊക്കെ ആകും. ചില ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും കൂടി സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ബുദ്ധിപരമായ കഴിവുകളൊക്കെ പ്രയോജനപ്പെടുത്തി പല നേട്ടങ്ങളുമൊക്കെ കൈവരിക്കാൻ കഴിയുന്നൊരു മാസമാണ്. ദാമ്പത്യ കലഹങ്ങൾ, മനോവിഷമം ഒക്കെ സൃഷ്ടിക്കാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. അതിനാൽ ദമ്പതികളൊക്കെ രമ്യതയോടെ വർത്തിക്കാനൊക്കെ ശ്രമിക്കണം. വർഷങ്ങളായിട്ടൊക്കെ തർക്കത്തിലായിരുന്ന കുടുംബത്തിൽ സ്വത്ത് അനുഭവയോഗ്യമായി തുടങ്ങും. സ്വന്തം സ്ഥാനമാനങ്ങൾ രക്ഷിക്കാനുള്ള ഒരു ശ്രമം മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും കൂടുതൽ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാകുന്ന സംസാരങ്ങൾ ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ നക്ഷത്രക്കാർക്ക്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ഈ കാർത്തിക നക്ഷത്രത്തിലുള്ളവർക്ക് എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വരുമെങ്കിലും ഒടുവിൽ ദൈവികമായ സഹായം കൊണ്ടൊക്കെ എല്ലാം ശുഭകരമായി അവസാനിക്കുകയും ചെയ്യും. ബിസിനസ്സിൽ ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെടും. ജീവിത പങ്കാളിയുടെ ബന്ധുമിത്രാദികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സന്താനങ്ങളുടെയൊക്കെ തൊഴിൽ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ആരോഗ്യപരമായി സമയം അനുകൂലം തന്നെയാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. സന്താനങ്ങൾ കാരണം സമ്പാദ്യം വർദ്ധിക്കാനും ഉള്ള യോഗമാണ് കാണുന്നത്. ആഡംബര വസ്തുക്കൾക്കായിട്ടുള്ള പണം ചെലവഴിക്കാനും സാധ്യതയുണ്ട്. മുതിർന്ന ബന്ധുക്കളുടെ രോഗങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ സൃഷ്ടിച്ചു എന്നും വരാം. പിന്നെ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയും. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെടാതിരിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. മകീരം നക്ഷത്രക്കാർക്ക് ബാധ്യതകളൊക്കെ തീർക്കുന്നതിന് അശ്രാന്ത പരിശ്രമം വേണ്ടതായിട്ടൊക്കെ വരും. ഈശ്വര ചിന്ത വർദ്ധിക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് ആപത്തുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. പ്രവർത്തന രംഗത്തുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങും. മുൻകോപം വളരെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. മാതാവിൻ്റെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കും. ആരോഗ്യനില അനുകൂലം തന്നെയാണ്.
തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. തൊഴിൽ രംഗത്തൊക്കെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ബിസിനസ്സിൽ കയറ്റ ഇറക്കങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. കഠിന അധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടവയൊക്കെ വീണ്ടെടുക്കാനും സാധിക്കുന്നൊരു മാസം കൂടിയാണ്. ഉന്നതരുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു മാസം കൂടിയാണ്. കൃതം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ മാസം അനാവശ്യ ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയേറെ കാണുന്നുണ്ട്. ബിസിനസ്സിൽ നഷ്ടം വരാനും ഇടയുണ്ട്. അതുകൊണ്ട് ബിസിനസ്സിലൊക്കെ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ്. ജീവിത പങ്കാളിയിൽ നിന്നുള്ള അപ്രതീക്ഷിതമായുള്ള പെരുമാറ്റം മനോദുഃഖത്തിനൊക്കെ കാരണമായി എന്നും വരാം. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ്. ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധ ആവശ്യമാണ്. ഭക്ഷണക്രമക്കേട് കൊണ്ടുണ്ടാവുന്ന ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ മാസം ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട്. ഷെയർ മാർക്കറ്റിലൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ്. പല കാര്യങ്ങളിലും ഉദാസീനത പ്രകടിപ്പിക്കും. ആലസ്യം വെടിഞ്ഞ് ഉന്മേഷത്തോടു കൂടിയൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ വിജയം നേടാൻ കഴിയുകയും ചെയ്യും. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടു എന്നും വരാം. പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ടും വരും. ജീവിത പങ്കാളിയുമായി അകൽച്ച വരാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു മാസം തന്നെയാണ്. ആരോഗ്യകാര്യത്തിൽ മധ്യമ നിലയാണ് കാണുന്നത്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ മാസം ആരോഗ്യനില മോശമാകാനാണ് സാധ്യത കാണുന്നത്. പ്രവർത്തനങ്ങളെയൊക്കെ തടസ്സപ്പെടുത്താൻ ശത്രുക്കൾ ശ്രമിച്ചു എന്ന് വരും. സാമ്പത്തിക ഇടപാടുകൾ വളരെ കരുതലോടെയൊക്കെ ചെയ്യേണ്ട ഒരു മാസം തന്നെയാണ്. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത ഏറെ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. കുടുംബ സ്വത്തുക്കളുടെ കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് സന്താനങ്ങളുടെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷിക്കാൻ കഴിയും. ഭൂമി, വാഹനം എന്നിവയിൽ നിന്നുള്ള ലാഭങ്ങളൊക്കെ വളരെയധികം ഉണ്ടാവുകയും ചെയ്യും. രോഗങ്ങൾ ചിലപ്പോൾ ശല്യപ്പെടുത്തിയെന്ന് വരാം. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യുക്തിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് വിജയം നിശ്ചയമായും ഉണ്ടാകും. ദാമ്പത്യ സുഖവും കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമൊക്കെ ഉണ്ടാകും. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് പല മാർഗങ്ങളിലൂടെയൊക്കെ ധനം സമ്പാദിക്കാൻ കഴിയുമെങ്കിലും കരുതലോടെ മാത്രം ചെലവഴിക്കാൻ പാടുകയുള്ളൂ. ദൈവീക കാര്യങ്ങളിൽ താല്പര്യവും സന്താന സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. കർമ്മങ്ങളാലും വാക്സാമർത്ഥ്യത്താലും മറ്റുള്ളവരുടെ പ്രശംസയൊക്കെ നേടിയെടുക്കാൻ കഴിയും. മുറിവ്, ചതവ് എന്നിവ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ലഭിക്കാനും യോഗ്യരായവർക്ക് അതിനൊത്ത ജോലി ലഭിക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു മാസം തന്നെയാണ്. നിങ്ങൾക്കോ കുടുംബത്തിനോ നല്ല വിവാഹബന്ധം ലഭിക്കുകയും അതുവഴി ബന്ധുബലം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും. വീണ്ടും വിചാരമില്ലാതെ ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. അത് പല അനർത്ഥങ്ങൾക്കും വഴിയൊരുക്കും. ആരോഗ്യപരമായി അനുകൂലമായിട്ടുള്ള ഒരു മാസം തന്നെയാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് പ്രവർത്തന മികവ് കൊണ്ട് പ്രശസ്തിയൊക്കെ നേടിയെടുക്കും. വിവിധ സേനാ അംഗങ്ങൾക്ക് പലവിധ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. സ്വജനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങളും കാര്യവിജയവും ധനാഗമനം എന്നിവയൊക്കെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിഥി സൽക്കാരത്തിനും ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അതിനുള്ള അവസരങ്ങളും ഒക്കെ ലഭിക്കും. പല രീതിയിലുള്ള ധനലാഭമുണ്ടാകുമെങ്കിലും അമിത വ്യയം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക്
പുതിയ ഗൃഹം, ഗൃഹോപകരണങ്ങൾ എന്നിവയൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സന്തോഷം നൽകുന്ന അവസരങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. അധികാരികളുടെ പ്രീതി നേടാനും കഴിയും. ഇടയ്ക്ക് ചെറിയ തോതിലുള്ള ദഹന സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടാകും. ഭക്ഷണ ക്രമീകരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടാണ് കാണുന്നത്. വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള അവഗണനയ്ക്കും സാധ്യതയുള്ളൊരു മാസം കൂടിയാണ്, ശ്രദ്ധിക്കുക. ചോതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ദാനധർമ്മങ്ങൾ പോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനും അവയിലൊക്കെ പങ്കുചേരാനുമൊക്കെ അവസരങ്ങളൊക്കെ ഉണ്ടാകും. പണ്ഡിതന്മാരുടെയൊക്കെ സ്നേഹാദരവുകളും ഉണ്ടാകും. വാക്കുകൾ കൊണ്ട് ജനസമ്മതി നേടിയെടുക്കാനൊക്കെ കഴിയുന്നൊരു മാസമാണ്. സ്വന്തം തീരുമാനങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കും. നിസാര കാര്യങ്ങളെ ചൊല്ലി കലഹിക്കേണ്ടതായോ അധികം സംസാരിക്കേണ്ടതായോ ഒക്കെ വന്നേക്കാം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് കഠിന അധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടവയൊക്കെ തന്നെ വീണ്ടെടുക്കാനൊക്കെ സാധിക്കും. സ്ഥലം സ്വന്തമാക്കുന്നതിനും കാലതാമസം നേരിടേണ്ടി വരും. സ്ത്രീകൾ കാരണമുണ്ടാകുന്ന അപമാനങ്ങൾക്ക് സാധ്യതയേറെ കാണുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രതികൂല സാഹചര്യങ്ങൾ പെട്ടെന്ന് അനുകൂലമായൊക്കെ മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും. വ്യാപാര രംഗത്ത് സൂക്ഷ്മത പുലർത്തണം. പരദൂഷണ പ്രവർത്തനങ്ങൾ വളരെയേറെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വ്യാപാരത്തിൽ ചെറിയ നഷ്ടങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. കാർഷിക വിളകൾക്ക് നാശമുണ്ടാകാനും സാധ്യത കാണുന്നു. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിക്കാനും ഇടയുണ്ട്. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടാണ് കാണുന്നത്. കുടുംബസുഖം നിലനിർത്താൻ പ്രത്യേക ശ്രദ്ധയും സംയമനവും ആവശ്യമാണ്. ദൂരയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം എല്ലാ കാര്യങ്ങളിലും ചെറിയ പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടതായിട്ടൊക്കെ വരും. വിദ്യാഭ്യാസപരമായി തടസ്സങ്ങൾ വരാനും ഇടയുണ്ട്. ഗൃഹാന്തരീക്ഷം അത്ര ശോഭനമായി കാണുന്നില്ല. ദൈവീകമായ സഹായത്താൽ കാര്യങ്ങൾ സ്വാധീനത്തിലാക്കിയെടുക്കാനൊക്കെ കഴിയും. ആകസ്മികമായ ചില ഗുണാനുഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. പലയിടങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മൊത്തത്തിൽ പ്രയാസങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയേറെ കാണുന്നു. ചില കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകണമെന്നില്ല. ബന്ധുമിത്രാദികളുമായി കലഹിക്കുന്നത് ഒഴിവാക്കുക. സമ്പാദ്യം അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെലവഴിക്കേണ്ടി വരും. യാത്രകൾ ആവശ്യമായിട്ടൊക്കെ വരും. നയപരമായ പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കും. ആരോഗ്യകാര്യത്തിൽ മധ്യമമായിട്ടാണ് കാണുന്നത്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് അപ്രതീക്ഷിതമായ ചില ധനനഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. വിവാഹാലോചനകൾക്കും നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങൾക്കും തടസ്സമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. നന്നായി ഈശ്വരപ്രാർത്ഥന ചെയ്യുക. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ മേലധികാരികളുടെ അപ്രീതി നേരിടേണ്ടതായിട്ടൊക്കെ വരും. അഗ്നിയിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് സർക്കാരുമായി ഇടപാടുകളിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും കാര്യസാധ്യമൊക്കെ ഉണ്ടാകും. കോടതിയിൽ കേസുകളൊക്കെ ഉള്ളവർ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. അപ്രതീക്ഷിതമായി ചില കാര്യങ്ങളിൽ വിജയമൊക്കെ നേടിയെടുക്കാൻ കഴിയും. വിവാഹാലോചന കേസുകളിൽ ഒത്തുതീർപ്പിനായി ശ്രമിക്കും. ഉമാമഹേശ്വര പ്രീതി നേടുന്നത് വളരെ ഉത്തമമായിരിക്കും. തിരുവോണം നക്ഷത്രത്തിലുള്ളവർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങളൊക്കെ ലഭിക്കും. വാക് സാമർഥ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കാനൊക്കെ കഴിയുന്നൊരു മാസം തന്നെയാണ്. വിദേശ പഠനത്തിനും ജോലിക്കുമായി ശ്രമിക്കുന്നവർക്ക് ഫലം കിട്ടും. പങ്കാളികൾക്ക് രോഗാരിഷ്ടതകൾ കാരണം ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ബന്ധുജനങ്ങളുടെ സഹായങ്ങളൊക്കെ ലഭിക്കും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വീട്ടിൽ സമാധാനം ലഭിക്കുമെങ്കിലും മനസ്സിൽ എപ്പോഴും അസ്വസ്ഥതകൾ നിലനിൽക്കും. സ്നേഹിതരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും. മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഇടപെടരുത്. പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നവർ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ്.
വായു സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കാണുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖമൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ധനാഗമനം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ചിലവുകളും കൂടും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പ്രതീക്ഷയൊക്കെ വർദ്ധിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വളരെ ആവശ്യമാണ്. പനി, നീർക്കെട്ട് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടാണ് കാണുന്നത്. തർക്ക വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയാതിരിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. മധ്യസ്ഥതയ്ക്ക് പോകരുത്. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് സഹോദരങ്ങളുടെ ഉന്നമനത്തിനായിട്ടൊക്കെ പ്രവർത്തിക്കും. പിന്നെ കാര്യതടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. നേത്രരോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാര്യാഭർത്തൃ കലഹം, അതേപോലെ സന്താനങ്ങളുമായുള്ള തർക്കങ്ങളുമൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി കാണുന്നു. പ്രാർത്ഥനകളും ജപങ്ങളും മുടങ്ങാതെ ചെയ്യുക. വേണ്ടപ്പെട്ടവരുടെ സഹായത്താൽ മാനസിക വിഷമങ്ങളിൽ നിന്ന് കരകയറാനൊക്കെ കഴിയും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വാക്കുതർക്കങ്ങളിൽ നിന്ന് യുക്തിപൂർവം പിന്മാറേണ്ടതാണ്. ഇഷ്ടസുഹൃത്തുക്കളുടെ ചില പ്രവർത്തികൾ മനസ്സിന് അസ്വസ്ഥമാക്കിയെന്നും വരാം. ധനപരമായി തൃപ്തികരമാണെങ്കിലും മാനസിക സന്തോഷത്തിന് കുറവ് സംഭവിക്കും. ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയേറെ കാണുന്നുണ്ട്. യാത്രാവേളകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി കാണുന്നു. പിന്നെ എടുത്തുചാട്ടം ദോഷഫലം നൽകിയേക്കാം. എതിർപ്പുകളെ ആത്മബലം കൊണ്ട് അതിജീവിപ്പിക്കാൻ കഴിയും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലാണെങ്കിലും പ്രാർത്ഥനയൊക്കെ മുടങ്ങാതെ ചെയ്യണം. സ്വന്തക്കാരുടെ കാര്യങ്ങളിൽ സാമ്പത്തിക ബാധ്യതകൾ വരാതെ ശ്രദ്ധിക്കുക. ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. ജീവിത പങ്കാളിയുമായി സ്നേഹത്തോടെ കഴിയണം. യാത്രകൾക്ക് മുമ്പ് വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിക്കുന്നത് ഉചിതമായിരിക്കും. നിരന്തരമായ പരിശ്രമത്തിലൂടെ ശ്രേഷ്ഠമായ ജീവിതം കെട്ടിപ്പടുക്കാനൊക്കെ സാധിക്കും. ഇവയെല്ലാം ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.